തുടർച്ചയായി ഹിറ്റുകൾ വാരിക്കൂട്ടുകയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. ബ്രഹ്മയുഗം, അബ്രഹാം ഓസ്ലർ, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എന്നിവ 2024 ബ്ലോക്ക് ബസ്റ്ററുകളായിരുന്നു. ഇപ്പോഴത്തെ വിഷു റിലീസായി തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കാൻ എത്തുന്നത് ഒന്നല്ല രണ്ടല്ല 3 ചിത്രങ്ങളാണ്. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായി എത്തുന്ന ആവേശം, വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, അജു വർഗീസ് തുടങ്ങി വമ്പൻ താരനിര അണിനിരക്കുന്ന വർഷങ്ങൾക്ക് ശേഷം രഞ്ജിത്ത് ശങ്കറിന്റെ സംവിധാന മികവിൽ ഉണ്ണി മുകുന്ദൻ നായകനായി എത്തുന്ന ജയ് ഗണേഷ് എന്നിവയാണ് പ്രതീക്ഷകൾ വാനോളമുയർത്തി റിലീസിനെത്തിയ ചിത്രങ്ങൾ. ആരാധകരെ നിരാശരാക്കില്ല എന്ന വിശ്വാസം പ്രീ ബുക്കിംഗിൽ തന്നെ പ്രകടമായിരുന്നു. വൻ പ്രതികരണമാണ് ജയ് ഗണേഷ് കണ്ടിറങ്ങുന്ന ആരാധകർക്ക് പറയാനുള്ളത്. ജയ് ഗണേഷ് സൂപ്പർ ഹീറോ ചിത്രമാണ് എന്നാണ് പ്രേക്ഷകർ മിക്കവരും അഭിപ്രായപ്പെടുന്നത്. കുട്ടികളെ കാണിക്കേണ്ടതാണ് ജയ് ഗണേഷ് എന്നും ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നു. പ്രചോദനം നൽകുന്ന ഒരു കഥയാണ് ചിത്രത്തിന്റേതെന്നാണ് അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊരു ഹിറ്റ് കൂടി സമ്മാനിച്ചിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകൻ. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പ്രേക്ഷകർ കാണാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ വിനീത് മനസ്സ് നിറഞ്ഞ് നൽകിയിരിക്കുന്നെന്നാണ് നിസ്സംശയം പറയാനാകും. പ്രണയം, ഫ്രണ്ട്ഷിപ്പ്, ഇമോഷണൽ എല്ലാം നിറഞ്ഞുള്ള ഒരു ഫീൽ ഗുഡ് മൂവി. വാക്കുകൾക്ക് അതീതമാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത്. പ്രഖ്യാപനം തൊട്ട് ചർച്ചകളിൽ നിറഞ്ഞു നിന്ന ഒരു ചിത്രമാണ് ആവേശം. പ്രതീക്ഷകളെല്ലാം ശരിവെക്കുന്ന ഒരു ഫഹദ് ചിത്രമായിരുന്നു ആവേശം. മികച്ച ഇന്റർവെൽ ബ്ലോക്കാണ് ആവേശം സിനിമയുടെ ആകർഷണമായി മാറിയിരിക്കുന്നത് എന്നാണ് ആരാധക പക്ഷം. കോമഡി ഫീൽഡ് ചിത്രമാണ് ആവേശം. ഇന്റർവെൽ ബ്ലോക്കും ക്ലൈമാക്സും രോമാഞ്ചമുണ്ടാക്കുന്ന രംഗമാണെന്നും അഭിപ്രായമുണ്ട്. ഫഹദിന്റെ നിറഞ്ഞാടുന്ന പ്രകടനമാണ് ആവേശത്തിൽ. നടക്കപ്പോറത് ഭൂകമ്പം എന്ന ക്യാപ്ഷനുള്ള പോസ്റ്ററുമായാണ് ചിത്രത്തിന്റെ വമ്പൻ വിജയം പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ചിത്രങ്ങൾ കണ്ടതിനു ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.